പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അരുണ്ട ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡിലാണ്. 33:14 പറഞ്ഞില്ലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ, വേറെവർ യു ഗോ, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വന്ന് ഈശോ വാങ്ങിച്ചു കൊടുത്തൊരു ജോലിയാണത്. അതിനെക്കുറിച്ച് അവൻ കോൺഫിഡൻഷ്യലാണ് ആ കാര്യത്തിൽ. പക്ഷേ എന്താണ്, അന്ന് തന്നെ ഈ വചനത്തെക്കുറിച്ച്, ഈ വചനം ആദ്യം രൂപപ്പെട്ട് വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. മോസസ് ഉടനെ, ഇത് മോസസിൻ്റെ ചെവിയിലെത്തുമ്പോൾ മോസസ് ഉടനെ പറയും ദൈവത്തോട്, ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് മോസസ് പറയും. എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്നാണോ പറയണത്? ഓ, അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ, ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന് കൈയിട്ടിച്ച് കർത്താവ്. 33:16 പുറപ്പാട് 33:16 അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഉടമ്പടിയിലൂടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഉന്നതന്നീ അത്യുന്നതന്നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതന്നീ അത്യുന്നതന്നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതമായി, അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. എന്തുകൊണ്ടാണ് കലേബ് അങ്ങനെ പറയണത്? എല്ലാവരും പറഞ്ഞ ആ മല്ലന്മാരും നമ്മളെ വെട്ടിലിനെ പോലെ പിടിച്ച് തിന്നുമെന്ന് പറയുമ്പോൾ പേടിച്ചു പോകും. നമുക്കും പേടിയുണ്ടാകത്തല്ലേ. സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ചിരിച്ചു പോയി. സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ കൈയും കാലും വെട്ടാൻ വേണ്ടി അവിടെ കളഞ്ഞിപ്പുണ്ട്. അപ്പോൾ വെളുപ്പിനെയൊക്കെ പേടിയാണ്. നാളെ രാവിലെ വെളുപ്പിന് സ്ഥലം ഇളക്കലാണ്. അപ്പോൾ കൈയും കാലും വെട്ടാൻ വേണ്ടി അവിടെ ആൾക്കാർ നിൽക്കുകയാണ്. വെളുപ്പിന് എങ്ങനെ പോകും എന്നും പറഞ്ഞ് വിറച്ച് തെല്ലി ആണ് കിടക്കണത്. വെളുപ്പിനായപ്പോൾ ഒരു സ്വപ്നം, മാതാവ് അളവ് ചങ്ങലയും പിടിച്ച് നിൽക്കണം. മാതാവേ, അപ്പോൾ ഇവിടെ എഴുന്നേറ്റപ്പം തന്നെ ചാടി ഫ്രഷായി നേരെ പോയി. എന്താണ്, എൻ്റെ അമ്മ അവിടെ എനിക്ക് മുമ്പേ അളക്കാൻ ചെന്നിരിക്കുന്നു. കൈയിടിച്ച് നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കലേബാണ് ഇവിടെ ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നത്. വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മുട്ടുതല്ലിപ്പോയി, കൈവറച്ച് പോയി, നാക്കിറങ്ങിപ്പോയി. ഞങ്ങൾ പോകത്തില്ല, അവർ നമ്മളെ കൊന്നുകളയും, വിട്ടിലിനെ പോലെ തിന്നുകളയെന്ന് പറയുമ്പോൾ കലേബ് പറയും, നോ, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ, എത്ര മല്ലന്മാരായാലും ശരി, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തരുമെന്ന് പറയും. ഇതിനെക്കുറിച്ച് പിന്നീട് സംഖ്യയിലെ മോസസ് പറയും, കലേബിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് എ ഡിഫറെൻറ്റ് ആൻഡ് വി ആർ ടുവേഴ്സ് ദാറ്റ് സ്പിരിറ്റ്. കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നെന്ന്. വ്യത്യസ്തം, ഡിഫറെൻറ്റ്. സംഖ്യാപുസ്തകത്തിലുള്ളതാണ്. സംഖ്യാപുസ്തകം 14:24. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 14:24. സംഖ്യ 14:24.
എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞോ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമില്ല. വായിച്ചോളൂ സെയിം പാരഗ്രാഫ് വായിച്ചോളൂ. സംഖ്യ 14:24. അവന്റെ സന്തതികൾ അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പണ്ട് മോസസ് പറഞ്ഞില്ലേ കർത്താവിനോട്, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, 33:16 പുറപ്പാട് പുസ്തകം 33:16 എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അത് തന്നെയല്ല മോസസ് ഇപ്പോഴ് കലേബിനെ കുറിച്ച് പറയണത്. മറ്റേ ആരെയും അന്ന് ഒറ്റുനോക്കാൻ പോയപ്പോഴേ വെറസലിൽ വീണ ആൾക്കാരെ ആർക്കും അവകാശം കൊടുത്തില്ല. സ്വന്തം മെരിറ്റിൽ ആശ്രയിച്ചവർക്ക് അവകാശമില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? അവർക്ക് അവകാശമില്ല. കലേബ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. ദൈവം ഏൽപ്പിച്ചു തരാൻ പോകുന്ന ജനതയെ കണ്ടപ്പോൾ വിറച്ച് അവരെ കീഴടക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിശ്വസിച്ചവർക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച കലേബ്, ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് എ ഡിഫറെൻറ്റ്. അവനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. അതാണ് മോസസ് പറയണത്, അങ്ങ് ഞങ്ങളെ കൂടെ വന്നാൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒറ്റുനോക്കാൻ പോയപ്പോഴേ എങ്ങനെയാണ് കാനാൻ ദേശം ഏൽപ്പിച്ചു കൊടുത്തത്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ വാക്ക് പാലിച്ചതാണ്. അവൻ അവരുടെ കൂടെ പോയതാണ്. എൻ്റെ ദൈവമേ, അവൻ്റെ വാഗ്ദാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിന്റെ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവ് നിന്റെ കൂടെ വരും. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലായിരിക്കുന്നവർ കർത്തൃസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ആ സാന്നിധ്യം ഓരോ മക്കൾക്കും സംലഭ്യമാക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്തെക്കാൾ വലുതാണ്
അങ്ങയുടെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും കർത്താവെ നിൻ്റെ സാന്നിധ്യത്താൽ സൗഖ്യമാക്കണമേ. നിൻ്റെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉദരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. സൗഖ്യത്തിലേക്ക് അറിയിക്കണമേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം നടുവേദനയുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. നടുവിന് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ സ്പർശിക്കണേ കർത്താവേ. കുരിഞ്ഞോ നിവരാനോ കിടക്കാനോ തിരിയാനോ മറിയാനോ പറ്റാതെ അസ്ഥികളുടെ വേദനകളും ദ്രവിപ്പുള്ളവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗികളും അസ്ഥിക്കുഴകളും വിഷമമുള്ളവരും വേദനിക്കുന്നവരും നടുവേദനയുടെ രോഗികളും ഈ നിമിഷം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. സുഖമായി സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം തൈറോയ്ഡ് രോഗികളുടെ മേൽ തൊണ്ടയിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊണ്ടയിൽ തൈറോയ്ഡ് രോഗങ്ങളുള്ളവരെ, തൈറോയ്ഡ് ക്യാൻസർ ഉള്ളവരെ കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ ടോൺസെറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകഴുത്തിന് വേദനയുള്ളവരെ, ഇടുപ്പലിന് വേദനയുള്ളവരെ എല്ലാ സന്ധിബന്ധങ്ങളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ മാംസപേശികളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ബ്രസ്റ്റ് ക്യാൻസർ മൂലം കർത്താവെ വേദനപ്പെടുന്നവരെ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തം ബ്രസ്റ്റിൻ്റെ എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ ക്യാൻസർ രോഗികൾ യേശുനാമത്തിൽ സ്നാനം ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ വിശുദ്ധ രക്തം ഉള്ളം കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വെള്ളപ്പാണ്ടുള്ളവരെ, ശരീരത്തില് ചിരങ്ങും ചൊരികളുമുള്ളവര്, ത്വക്ക് രോഗമുള്ളവര്, വിസർപ്പ രോഗികള്, സോറിയാസിസ് രോഗികള് കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്തെ മക്കളെ സ്നാനം ചെയ്യിക്കണമേ കർത്താവേ. പ്രഭാഷകനിലൂടെ കർത്താവ് 16:12 പ്രാർത്ഥിക്കുന്ന മരുന്നോ ലേവനുമല്ല, അങ്ങനെ വച്ചരമാണ് മക്കൾ സുഖപ്പെടുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അവിടുത്തെ വിശുദ്ധമായ രക്തത്തിന്റെ സ്നാനത്താൽ മാരക രോഗങ്ങൾ, തീരവ്യാധികൾ സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. ഉദരാശയത്തിൽ വേദനയുള്ളവരെ പൊക്കിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഉദരാശയത്തിൽ വേദനയുള്ളവരെ, ഗർഭാശയത്തിൽ വേദനയുള്ളവരെ, സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പട്ട ട്യൂബ് ബ്ലോക്കായിരിക്കുന്നവരെ,
ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, അണ്ടവാഹിനിയിൽ സിസ്റ്റമുള്ളവർ, അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവർ ഒക്കെ അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളില്ലാത്തവർ അടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അമ്മ, പരിശുദ്ധ അമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറിൽ അങ്ങ് ജീവനോടെ ജ്വലിച്ച് ദിവ്യകാരുണ്യമായി ഉയർന്നു നിൽക്കുന്ന ആരാധ്യമായ നിമിഷങ്ങളിൽ ദൈവകൃപ മഴയായി ചൊരിയട്ടെ, ദൈവകൃപ മഴയായി ചൊരിയട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എല്ലാ ആമാശയ രോഗങ്ങളും, കുടൽ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ആർസസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കരള് രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, കളർ വ്യത്യാസമുള്ളവരെ, വീക്കമുള്ളവരെയും സ്പർശിക്കണമേ. ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. ബ്രെയിൻ ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. കർത്താവെ, കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണം. കർത്താവെ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ, നിന്റെ വിശുദ്ധമായ വലങ്കരങ്ങളാൽ ചുരുങ്ങിപ്പോകുന്ന മുഴുവൻ അവയവങ്ങളുടെ മേൽ കർത്താവിന്റെ വലതുകരം പതിക്കട്ടെ. I command you in the name of Jesus Christ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനസ്സിൽ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ വിളിച്ചു പറയാത്ത രോഗങ്ങളെ ഓർത്ത് സമർപ്പിക്കേണ്ടതാണ്. അസ്ഥി ഉരുക്കമുള്ളവർ, അറിയാതെ മൂത്രവും മലവും രക്തവും ഒക്കെ പോകുന്നവർ, സ്രാവരോഗികൾ, കൺട്രോളില്ലാതെ പോകുന്നവർ, അവരെല്ലാം അടിവയറ്റി കൈവച്ചുകൊണ്ട് കർത്താവിൻ്റെ കണ്ണീരോടെ അവിടെ സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂത്രത്തിന് പകരം പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ ഉപയോഗിക്കുന്നവർ, കിടപ്പിലായപ്പോൾ രോഗികളെ ഇപ്പോൾ ഓർത്ത് കർത്താവിൻ്റെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് കൈയേൽപ്പിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, മുടിക്കൊഴിഞ്ഞു പോകുന്നവരെ ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് പ്രഷർ പോകുന്നവരെ, കുറയുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, കടുത്ത ഷുഗർ രോഗികളെയും പ്രഷർ രോഗികളെയും സ്പർശിക്കണമേ. കർത്താവേ, ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ. കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യാഘാത ദൈവികമായ ശക്തി മാരക രോഗങ്ങളെ എടുത്തു മാറ്റട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ കണ്ണ് തുറന്ന് നോക്കി നിങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ജാഗ്രത പാലിക്കുക. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരെ, ഏജ് ഓവറായിപ്പോയതിൻ്റെ പേരിൽ തിരിച്ച് വിളിക്കാത്തവരെ, കർത്താവ് വിസയ്ക്കെടുത്ത് പോയിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ അകപ്പെട്ടു പോയവരെ,
3 പ്രാവശ്യം പുതുക്കിയതിന് ശേഷം ഇപ്പോൾ വീട്ടിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണത്തിനുള്ള കാശ് വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥകൾ. കർത്താവ്, ഈ സെപ്റ്റംബർ ഇൻടേക്കിന് കിട്ടാത്ത അഡ്മിഷൻസ് ജനുവരി ഇൻടേക്കിലേക്ക് വെച്ചിരിക്കുന്നത് എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ, ജോലി കിട്ടിയതിന് ശേഷവും പല ടെക്നിക്കലായിട്ടുള്ള സർവീസ് നിയമപരമായ പ്രശ്നങ്ങൾ വിഷമിക്കുന്നവരെ അവരെല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അർഹതപ്പെട്ട പണം പെൻഷനായാലും മറ്റു വിധത്തിലായാലും കൈമോശം വന്നതും മറ്റുള്ളവർക്ക് കൊടുത്തതും കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിച്ച് നിത്യവൃത്തി പോലും വിഷമിക്കുന്ന ആൾക്കാരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ കടങ്ങളിൽ പെട്ടിരിക്കുന്നവർ, വലിയ കടങ്ങളുടെ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, അതിൻ്റെ പേര് സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സ്ഥലം വിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, പാകോടമ്പടി നടക്കാൻ സാങ്കേതികമായ നിയമ തടസ്സമുള്ളവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹ തടസ്സമുള്ളവർ, വിവാഹം നടക്കാത്തവർ, വിവാഹം നടക്കുന്ന തടസ്സങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നവർ എല്ലാവരും സമർപ്പിച്ചും കർത്താവേ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, വിദേശത്തും സ്വദേശത്തും ജയിലിൽ കിടക്കുന്നവർ, അവിടെ കണ്ണുനീര് നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എല്ലാ ചങ്ങലകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിത ദുരിതങ്ങൾ, ജീവിത സഹനങ്ങൾ, സാങ്കേതിക കുരുക്കുകൾ എല്ലാം സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധാത്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇരിക്കുക. സ്ഥാപനാശീർവാദത്തിന് മുമ്പ് 1-2 അറിയിപ്പുകളുണ്ട്. ഈ കൃപാസനത്തിൻ്റെ പ്രോഗ്രാം എടുത്തുകൊണ്ട് മറ്റ് സ്വകാര്യ ചാനലുകൾ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു വികാരാംശം വെച്ചുകൊണ്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെ കൈകാര്യം ചെയ്യരുത്. അതിനൊരു എബവ് ഒരു വലിയൊരു സ്റ്റാൻഡേർഡായിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ നിങ്ങളിവിടെ ഒളിച്ചും പാത്തും വന്ന് ക്യാമറ എടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയണത് കൊണ്ട് സാക്ഷ്യമായിട്ടിടുമ്പോൾ അത് ശുശ്രൂഷക്ക് ദോഷമാണ് ചെയ്യണത്, ഗുണം ചെയ്യണില്ല. ഞങ്ങൾ ചെയ്ത ഹെഡിങ് നിങ്ങൾ മാറ്റരുത്. ഇവിടുത്തെ സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് ചുമതലയില്ല. കാര്യം ഞങ്ങൾക്ക് ആ ഉടമ്പടിയുടെ ഹെഡിങ്സ് ഉണ്ട്. അതിൻ്റെ ആ ഹെഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷേ വേറെ ഹെഡിങ് നിങ്ങൾ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അത് ഞങ്ങളാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. പലപ്പോഴും ഒക്കെ പിന്നെ ചീപ്പ് ഹെഡിങ്ങായി ഇടുന്നത്, വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത തരം ഹെഡിങ്ങായി ഇടുന്നത്. കാര്യം പൊതുജനങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു സംഭവമാണ് കൃപാസന സാക്ഷ്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ ചുമ്മാ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതി ചെയ്യുമ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കും, അത് നിങ്ങളുടെ ഒഫീഷ്യൽ ചാനലാണോ? ഞാൻ പറഞ്ഞു, അല്ല, കൃപാസനത്തിൽ ഒറ്റ ചാനലേ ഉള്ളൂ, അച്ഛൻ്റെ പടമുള്ള ഒറ്റ ചാനലേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം സ്വകാര്യമായിട്ട് ചെയ്യണതാണ്. ചെയ്യേണ്ടതെന്നൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ അവർ ചെയ്യുമ്പോൾ അത് നമുക്ക് ദോഷമായി മാറുന്നുണ്ട്. അത് ഇവിടെ വന്ന് പത്ത് നിന്നുകൊണ്ട് പലരും പറയണത്, ഇവിടെ സാക്ഷ്യം പറയണത് സാക്ഷ്യം സത്യമായത് കൊണ്ടാണ്. പക്ഷേ അതിന് ക്വാളിറ്റി ഉണ്ടാകത്തില്ല. ക്വാളിറ്റിയുള്ള സാക്ഷ്യം മാത്രമേ നമ്മൾ അപ്പ് ചെയ്യത്തുള്ളൂ. കാര്യം ഉടമ്പടി കണ്ടൻസ് ഉണ്ടാകണം, ടൈം ഷോട്ട് ചെയ്യണം, മേജർ ഡ്യൂട്ടി നടക്കണം, നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് സാധാരണ സാക്ഷ്യമായി പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിപ്പോൾ നൊവേന കൂടിയാലും അതൊക്കെ നടക്കും. പക്ഷേ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടുന്നവർ, ഇവിടെ ഇടുന്ന സാക്ഷ്യങ്ങൾ എടുത്തിടുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾക്കിപ്പോൾ വ്യൂവേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല.
കർത്താവ് നമ്മളെ പക്ഷേ അത് നമുക്ക് ഉപദ്രവം ചെയ്യത്തില്ല. അപ്പോൾ അതൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനായിട്ട് മറ്റു ചാനലുകാർ എടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ മതി, പ്രാർത്ഥന ഉള്ള ദിവസമാണ്. ഞായറാഴ്ചയും അച്ഛൻ ഇടവകയിൽ പോകുന്ന ദിവസങ്ങളും മറ്റ് കമ്മിറ്റികളിൽ രൂപത കാര്യങ്ങൾ നോക്കുന്നത് സമയമാണ്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും. അത് കഴിഞ്ഞ പ്രാവശ്യം അറിയിപ്പുണ്ടായതിൻ്റെ, നിങ്ങളത് പ്രാർത്ഥന കൂടാതെ വന്നിട്ടുള്ളതാണ് അറിയാത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ അത് പറഞ്ഞിട്ടുണ്ട്, വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണത്തില്ലെന്ന്. അച്ഛൻ കാണുന്ന ആൾക്കാർ കാണുന്ന ദിവസം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നേരത്തെ. നേരെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന് വണ്ടി ഇറങ്ങരുത്. അച്ഛന് എന്നെ കാണണമെന്നുള്ളത് ഉടമ്പടിയുടെ ഒരു ഭാഗം പോലുമല്ല. പിന്നെ ചില ആൾക്കാർക്ക് നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്യണം ഇവിടെ അച്ഛനെ കാണണം. അപ്പോൾ ഞാൻ ഉള്ള ദിവസം പറയും. തന്നെയല്ല അച്ഛൻ ഉണ്ടോ ഇല്ലയെന്ന് ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാതെ ഒന്നും നിങ്ങൾ വന്നിട്ട് അവിടെ ഓഫീസിൽ പോയി അച്ഛനില്ലേ പറഞ്ഞുകൊണ്ട് കാറിക്കൂപ്പി നടക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളിവിടെ നിന്ന് ഒന്നാമത്തെ അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി അറിയിപ്പിൻ്റെ കൂടെ ചിലപ്പോൾ അത് പറയും. പിന്നെ കാണാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ വിളിച്ച് തലേ ദിവസമെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കണം അച്ഛനുണ്ടോ അവിടെ. അപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണം, അത് വേറെ വിഷയം. ഉടമ്പടി കറക്റ്റായിരിക്കണം. അല്ല ഉടമ്പടി കറക്റ്റാകാതെ 2019-20 ഉടമ്പടി എടുത്തിട്ട് അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഒരു അത്യാവശ്യം അപ്പോൾ അത് മരിച്ചുകൊണ്ട് വന്നാൽ അത് വർക്ക് ചെയ്ത്. കാരണം നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് പറയും. ഉടമ്പടി അല്ലല്ലോ. 90 ദിവസം ഗ്യാപ്പായാൽ നിങ്ങൾ ഉടമ്പടിയിലല്ല, തീർന്നു. പിന്നെ നിങ്ങൾ രണ്ടാമത് പുതുക്കിയാണ് ഉടമ്പടിയിലാകേണ്ടത്. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഈ റേഷൻ കാർഡ് പുതുക്കണ പോലെ പരിപാടിയല്ല. അതിന് ആ കൃപയിലേക്ക് വരേണ്ട എല്ലാ ഫോർമാറ്റും കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എമർജൻസി ഉള്ളവർ, മുമ്പിൽ സമയമില്ലാത്തവർ, അർജൻസി ഉള്ളവർ, അതാണ് അച്ഛൻ കാണുന്ന ആൾക്കാരെ. അത് ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് ഓട്ടിസം ആയിരിക്കാം, അതിന് രാജ്യം വിട്ട് പോണവരായിരിക്കാം, അതിന് ജപ്തി നടപടിയായിരിക്കാം. അങ്ങനെ എമർജൻസി ആൻഡ് അർജൻസി. പണ്ടത്തെ ഓർമ്മയ്ക്ക് ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് അച്ഛാവൻ തലക്ക് പിടിക്കുമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ളൊരവസ്ഥ അല്ല ഇവിടെ ഉള്ളത്. ഉടമ്പടിയിൽ 99% ഉടമ്പടിയിൽ അമ്മ വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചില ഉപദേശവും നിർദ്ദേശവും ആവശ്യം വരുമ്പോഴാണ് ചില അച്ഛനെ കാണുന്നത്. പക്ഷെ അച്ഛനെ കാണാൻ വരുന്നവർ 2 കാര്യം ചെയ്യണം. ഒന്ന്, മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ നമ്പറുണ്ട് 9447285400 വിളിച്ചിട്ട്. പക്ഷെ അവർ ഉടമ്പടി ഓക്കെ ആയിരിക്കണം അവരുടെ. രണ്ടാമത്തെ കേസ്, അവർ ഉച്ചയ്ക്ക് മുമ്പ് വരണം. കാര്യം 2 മണി കഴിഞ്ഞാൽ പിന്നെ ചീട്ട് കൊടുക്കത്തില്ല. അച്ഛനെ കാണാനുള്ള ചീട്ട് 2 മണിക്ക് മുമ്പ് കൊടുത്ത് തീരും. അപ്പോൾ ചില പരീക്ഷക്കാരും അതുപോലെ തന്നെ ചില രോഗികളൊക്കെ 3 മണിയാകുമ്പോൾ അങ്ങനെ പാട്ടം പാടിയൊക്കെ വരും. അവർ ഇത് ഉദ്ദേശിക്കണില്ല, നമുക്കറിയാം. കാണാം ഒക്കട്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. പക്ഷേ അച്ഛനെ കാണുന്ന വിഷയം ചീട്ട് കൊടുക്കണത് 2 മണി കൊണ്ട് തീരും. ഞാൻ ആൾക്കാരെ കാണുന്നത് കണ്ടു കഴിയുമ്പോൾ 5 മണിയാവും. പക്ഷേ ആ 5 മണിക്ക് കാണുന്നതിൻ്റെ ചീട്ട് 2 മണിക്ക് മുമ്പ് കൊടുക്കും. കാര്യം ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയണത് എല്ലാ ദിവസവും 2 കുർബാനയുണ്ട്. വ്യാഴാഴ്ച ഉണ്ടാകത്തില്ല, ബാക്കി എല്ലാ ദിവസവും 2 കുർബാനയുണ്ട്. 7 മണിക്കൊരു കുർബാനയുണ്ട്, പിന്നെ 9 മണിക്ക് കുർബാന. ഇപ്പോൾ 7 മണിക്കുള്ള കുർബാന കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ കാപ്പി കുടിച്ചിട്ട് ഇവിടെ പുതുക്കാനുള്ളവർ അങ്ങോട്ട് പോകും, അതുപോലെ ഇവിടെ എടുക്കാനുള്ളവർ അങ്ങോട്ട് പോകും. അവിടെ ക്ലാസ്സിൻ്റെ സമയത്ത് ഇവിടെ 9 മണിക്ക് കുർബാന വേറെ, രണ്ടാമത്തെ കുർബാന 9 മണിക്കാണ്. ആ 9 മണിക്കുള്ള കുർബാനയിൽ ക്ലാസ് എടുത്തിട്ട് 10 മണിയാകുമ്പോൾ അവർ മറ്റവർ ഇറങ്ങി വരുമ്പോൾ ഇവർ പുതുക്കാനും ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. 10 തൊട്ട് 11 മണി വരെ ദിവ്യകാരുണ്യ ആരാധനയാണ്. 10 മണി തൊട്ട് 11 മണി വരെ ദിവ്യകാരുണ്യ ആരാധന. 11 മണിക്ക് സാക്ഷ്യ ശുശ്രൂഷ ആരംഭിക്കാം. 11 മണിക്ക് അച്ഛൻ ആൾക്കാരെ കാണാൻ തുടങ്ങും. ആദ്യം പരീക്ഷക്കാരെ കാണും. പരീക്ഷക്കാരെ എന്തുകൊണ്ടാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചിലർക്ക് വളരെ കുമളിയിലൊക്കെ പോകേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് വരണവരായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ആദ്യം കാണുന്നത്. അവരെല്ലാവരും ചെറുപ്പക്കാരാണ്. അതേസമയം തന്നെ ചില ആൾക്കാരൊക്കെ
ഈ ഒറ്റക്ക് തന്നെ കാണാം. അവർക്ക് പരീക്ഷയില്ല, അവർക്ക് പേടിയായതുകൊണ്ട് അവർ വരും. അവർക്ക് പരീക്ഷ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതല്ലേ, അതുകൊണ്ട് ഒറ്റക്കാണെങ്കിൽ അവർ വരും. അപ്പോൾ അവർ വന്നാൽ അവരെ നമ്മൾ 2 മണിക്ക് മുമ്പ് ഇവിടുന്ന് വിടണം. എന്നാലും രാത്രി 9 മണിക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ എത്തുള്ളൂ, ഒറ്റക്ക് പോകണ്ടേ. അപ്പം അതുകൊണ്ട് അവരെ എടുക്കും ആദ്യം. പരീക്ഷക്കാരാണ് ആദ്യം എടുക്കുന്നത്. അത് ബിടെക്കും അതുപോലെ തന്നെ PSCയും MOH ഹാദ് അങ്ങനെയുള്ള എല്ലാ പ്രൊഫഷണൽസിനെല്ലാം എടുക്കും. അവിടെ ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ട ചീട്ട് കിട്ടാൻ. ഉടമ്പടി എടുത്തിട്ട് ഹോൾ ടിക്കറ്റ് കാണിച്ചാൽ ചീട്ട് കിട്ടും. അത് ഒന്ന് ശ്രദ്ധിക്കണമായിരിക്കും. പിന്നെ എടുക്കുന്നത് മുഴുവൻ ഗുരുതരമായ രോഗികളെടുക്കും. കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ. പക്ഷേ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഈ രോഗികളെ എപ്പോഴും പറ്റിക്കണത് രോഗികൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നവരാണ്. അതാണ് കാര്യം. രോഗികൾക്ക് വേണ്ടി വൈഫ് അല്ലെങ്കിൽ ആരെങ്കിലും ഉടമ്പടി എടുക്കുമ്പോൾ അവർ ഈ ഉടമ്പടി ഉഴപ്പും. കാര്യം അച്ഛനെ കാണിക്കാനുള്ള ചീട്ടായിട്ടാണ് ഇവർ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി പിന്നെ പാലിക്കത്തില്ല. പിന്നെ അത് വെളുക്കാൻ തേക്കണ പാണ്ടായി ഉള്ള കാശും പോയി മുമ്പത്തേക്കുള്ള ഗതികേടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രോഗികളെ നിങ്ങളെ പറ്റിക്കരുത്. ഭാര്യയുടെ വേഷം കെട്ടി, അമ്മയുടെ വേഷം കെട്ടി പറ്റിക്കരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കണം. എടുത്താൽ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കണം. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗികൾക്ക് മാത്രമേ ആ പ്രശ്നങ്ങൾ ഞാൻ കണ്ടുള്ളൂ. മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ല. അവർ തന്നെ ഉടമ്പടി എടുക്കണം. ഇപ്പം എല്ലാ മേഖലകളും എടുക്കും. ഇപ്പം രോഗികളുടെ ചീട്ട് ഡാലിയ യെല്ലോ കളറാണ്. മക്കളില്ലാത്തവർക്ക് ഗ്രീൻ കളറ്, കറക്റ്റ് പച്ച കളറാണ്. പിന്നെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കുള്ള ചീട്ട് വെള്ള കളറാണ്. പരീക്ഷക്കാരുടെ ചീട്ട് ഓറഞ്ച് കളറാണ്. ഇപ്പോൾ വ്യത്യസ്തമായ എല്ലാ മേഖലകളും എടുക്കും. എല്ലാ മേഖലകളിലും എല്ലാ ദിവസവും എടുക്കും. അപ്പോൾ അത് എമർജൻസി ആൻഡ് അർജൻസിയാണ്. സമയം ഇനിയും ഉണ്ടെങ്കിൽ അവിടുന്ന് ഓഫീസിൽ നിന്ന് പറയും, ചേച്ചി സമയമുണ്ട്, 2 മാസം കൂടിയുണ്ട്, ഒരു പ്രാർത്ഥന കൂടി കൂടാൻ പറയും. ധൃതിയില്ല. കാര്യം എന്താ, ഈ ചില ആൾക്കാർ ഉടമ്പടിയിൽ അച്ഛനെ കാണുന്നത് ആവശ്യമില്ലാതെ പ്രാധാന്യം കൊടുക്കും. അതാണ് അവർക്ക് ഈ ഉടമ്പടിയിൽ ഒന്നും ചിലർക്ക് ബുദ്ധിമുട്ട് വരാൻ കാര്യം. അതാണ് ഉടമ്പടിയുടെ ഉദ്ദേശം. അതല്ലല്ലോ. അത് ദൈവമായിട്ട് നമ്മൾ ചെയ്യുന്ന ഉടമ്പടി വിശേഷ സാക്ഷ്യമല്ലേ. അപ്പം ആ രീതിയിൽ തന്നെ എന്നെ എത്രയോ 5 കൊല്ലമൊക്കെ ഇവിടെ വന്നിട്ട് എന്നെ കാണാത്ത ആൾക്കാരുണ്ട്. അവർ പറയണത് കാണണമെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ ചോദിക്കും, 5 കൊല്ലം ആയതേ അച്ഛൻ കാണണോ? എന്തിന്, ഞങ്ങൾ അമ്മയെ കാണുന്നുണ്ടെന്ന് പറയും. അതാണ് സംഭവം, അതാണ് സത്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൃത്യമായിട്ടാണ് ആൾക്കാർ ഈ വിഷയങ്ങൾ ചെയ്യണത്. ചില ആൾക്കാർ എങ്ങനെയെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടാക്കി അച്ഛനെ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അതും കിട്ടത്തില്ല ഇതും കിട്ടത്തില്ല. അത് ശ്രദ്ധിക്കുക. കൃപാസനത്തിൽ ടെക്നിക്കൽ ഹാൻഡ്സിന് ആവശ്യമുണ്ട്. അവനെ കൃപാസന ശുശ്രൂഷയ്ക്ക് 3 മാസമോ 6 മാസമോ 1 കൊല്ലമോ ഒക്കെ വർക്ക് ചെയ്യാനും ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ വിളിക്കാം. 82 82 81 29 75 11. പിന്നെ കൃപാസനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. തീർത്ഥാടകരായിട്ട് വരുന്നവർ, അവർ 2 ദിവസം 1 ദിവസമോ 3 ദിവസമൊക്കെ താമസിച്ച് ധ്യാനം കൂടാൻ ശുശ്രൂഷ പങ്കെടുക്കാൻ ആഗ്രഹിക്കും. അവർക്ക് വേണ്ടി നമ്മളൊരു ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് തീർത്ഥാടകർക്ക് വേണ്ടി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പങ്കാളിത്തം കിട്ടും. നിങ്ങൾ ഈ നമ്പർ വിളിച്ചാൽ മതി. 94 47 69 68 15. അതിൻ്റെ ഇനിഷ്യൽ എമൗണ്ട് ഉണ്ട്. അത് കൊടുത്താൽ നിങ്ങൾക്ക് 1 വർഷം 4 ദിവസം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ 5 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് മുറി കിട്ടും. എല്ലാ 2ാം ചൊവ്വാഴ്ചകളിലും തമിഴ് ഉടമ്പടി ഉണ്ടാകും. അന്നാണ് ഈ ചാരിറ്റി മിഷൻ വർക്കേഴ്സ് വരേണ്ടത്. നിങ്ങൾ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളില്ലേ, അത് രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്നതിനാണ് ചാരിറ്റി മിഷൻ എന്ന് പറയുന്നത്. അതിനോട് ബന്ധപ്പെട്ട് എന്തെല്ലാം സംഭവങ്ങൾ ആൾക്കാരെ സഹായിക്കുന്ന ഒരു സംവിധാനമാണത്. അതിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും അതിന് പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാനും ആഗ്രഹിക്കുന്നവർ 2ാം ചൊവ്വാഴ്ചയാണ് വരേണ്ടത്. യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സാക്ഷ്യം ഷെയർ ചെയ്യേണ്ടതാണ്. അതാണ് ഇതിൻ്റെ സുവിശേഷ വേല. ദാറ്റ്സ് ഓക്കെ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപനാശീർവാദം. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വിഷമിപ്പിക്കുന്ന എല്ലാ മേഖലകളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.